യുഖാലു സില്ലൗറും ബിമഅനാ വാള സഹനാതുനൗ സർദീനു മത്തി ചാള വറഞ്ചതും വാറങ്കതും കദാക മത്തി ഫഹാർ ബഅതൻ ലിദാക വസമകു മൂസ സുമ്മ സൂലും മാന്തള്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾ കേട്ട ചാളയും മാന്തളും ഒക്കെ നമ്മൾ കറി വെച്ചിട്ടും പൊരിച്ചിട്ടും ഒക്കെ തിന്നുന്ന ചാളമത്തിയും മാന്തൾ മീനൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് മീൻ ബെയ്ത്ത്. മീൻ ബെയ്ത്ത് കേൾക്കാത്തവർക്ക് അതിന്റെ ബാക്കി അവസാനത്തിൽ, ഈ വീഡിയോയുടെ അവസാനത്തിൽ ചേർക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ മമ്പുറം തങ്ങളുടെ പേരിൽ കടലിലെ മത്സ്യങ്ങൾ മമ്പുറം തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് മദനീയം എന്ന് പറയുന്ന ഓൺലൈൻ തട്ടിപ്പുമായിട്ട് നടക്കുന്ന ഓൺലൈൻ മജ്ലിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ വാണിഭവുമായി നടക്കുന്ന ഒരു സക്കാഫി ഉണ്ട്, ലത്തീഫ് സക്കാഫി കാന്തപുരത്തേരനാണ്. കാന്തപുരത്തേർക്ക് അതിന് പിന്നെ വലിയ മിടുക്കാണല്ലോ. ഏതായാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ബെയ്ത്ത് ഫുള്ള് കേൾക്കാനുള്ളതാണ്. അവിടത്തെ മത് പറഞ്ഞാൽ തീർക്കാൻ സാധ്യമല്ല മുഅ്മിനീങ്ങളെ. മത്സ്യത്തിന് കടലിൽ പോകുന്നവര് വന്ന് വേദന പറയുകയാണ്, തങ്ങളെ എത്രയോ ദിവസമായി കടലിൽ പോകുന്നു, കിട്ടുന്നത് മുഴുവനും മത്തിയാണ്, ജനങ്ങൾക്കെല്ലാം മത്തി മടുത്തു പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തങ്ങളവറുകൾ പറയാണ്, അതേ ഇനി നിങ്ങൾ പോയിക്കോളൂ, ഞാൻ മത്തിയെ മാറ്റിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവര് ചെന്നോ, മത്തിക്ക് പകരം നല്ല വലിയ വിലയെടുപ്പുള്ള നല്ല മീന് ആ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മാൻപേടയോട് മുന്നിൽ. പ്രിയമുള്ളവരെ, മത്തിക്ക് പകരം വേറെ മീന് ലഭിക്കുകയാണ്. ഏതാ ലഭിച്ച മീൻ എന്നറിയില്ല. എന്തായാലും മമ്പുറം തങ്ങളുടെ പേരില് ഇവരിതേപോലെ ഒരുപാട് നുണക്കറാമത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കടലില് നിങ്ങൾ പോയി വലയെറിഞ്ഞോ ചൂണ്ടയിട്ടോ മത്തിനെ ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്തായാലും മത്തി ചൂണ്ടയെ കുടുങ്ങുന്നതല്ലോ, വലയെ കുടുങ്ങുന്ന മീനല്ലേ. അപ്പോ മത്തീനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഐക്കോറയാണോ ആവോലിയാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. കാര്യം മത്തിനെ പിടിക്കുന്ന വലയിലല്ല മോലിയരെ ഈ പറയപ്പെട്ട ഐക്കോറയോ ആവോലിയോ അല്ലെങ്കിൽ കുറച്ച് ദർജ കൂടിയ മീനുകളൊന്നും കുടുങ്ങുക. ഇനി മത്തി കുടുങ്ങണ വലയെ തന്നെ കുടുങ്ങണം ഏതോ ഒരു ദർജ കൂടിയ മീനിനെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാ പറഞ്ഞത്. അങ്ങനെ മീനിനെ മാറ്റാന് മമ്പറത്തെ തങ്ങൾക്ക് ആരെ അധികാരം കൊടുത്ത്? മമ്പറത്തെ തങ്ങള് എന്ന് പറയുന്ന സയ്യിദ് അലവി തങ്ങള്, ആ മഹാനെ കുറിച്ചിട്ട് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പൊന്നുമോൻ മമ്പുറം ഫളിൽ പൂക്കോയ തങ്ങളെയും സംബന്ധിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ധീരദേശാഭിമാനികളായ പിറന്ന മണ്ണിന് വേണ്ടിയിട്ട് വെള്ളക്കാരുടെ തീത്തുപ്പുന്ന തുപ്പാക്കിക്ക് മുൻപിൽ അടിപതറാതെ നിന്ന സയ്യിദ് അലവി തങ്ങളുടെ പൊന്നുമോൻ ഫളിൽ പൂക്കോയ തങ്ങള്, അദ്ദേഹത്തെ പിന്നീട് ഇവിടെ നിന്ന് നാട് കടത്തിയതും അതിനുശേഷം ഈജിപ്തിലും അതുപോലെ തന്നെ തുർക്കിയിലൊക്കെ പോയിട്ട് ഉന്നത സ്ഥാനങ്ങളിൽ മന്ത്രിസ്ഥാനങ്ങൾ വരെ അലങ്കരിച്ച മഹാനായ ആളുകളെ കുറിച്ച്, തങ്ങന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എന്തിനായിട്ടാണ് ഇജ്ജാതി നോണയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? മീന് മത്തി ഇനി അവിടെ വേണ്ട, മത്തിയൊക്കെ ഞാൻ നിർത്തിയിരിക്കണു, നിങ്ങൾ വലയിട്ട് ഇട്ടാ മതി, വേറെ മീൻ വന്നിട്ട് ഒറ്റ കേരളണ്ട് കയറും എന്നൊക്കെ പറയുന്ന നോണയുണ്ടല്ലോ. ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കഴിഞ്ഞിട്ട് അന്നത്തെ ആളുകളൊക്കെ മരിച്ചു പോയതിനു ശേഷം നിങ്ങൾ ഈ നോണ പറയാൻ കുത്തിരിക്കണത് എന്തിനാണ്? എന്താവശ്യത്തിനാണ്? ജനങ്ങളെ നിങ്ങൾ ചോദിക്കണം. അതിനിടയ്ക്ക് മീൻപാട്ട് നമ്മളൊന്ന് നേരത്തെ കാണിച്ചിരുന്നു. മീൻപാട്ട് എന്ന് പറഞ്ഞിട്ട് മീൻ ബെയ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഇത് എന്തിനുള്ളതാന്ന് ചോദിച്ചപ്പോ അതേപോലെ ഇവർക്ക് മീൻ ബെയ്ത്ത് പാടിയാൽ തോന മീൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബെയ്ത്തുകളാണ്. മത്സ്യ കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളായ ആളുകളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ളത് ഇങ്ങോട്ട് വാങ്ങി വെക്കാനുള്ള തരികിടയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ ഇനി അവസാനത്തില് മീൻ ബെയ്ത്തിന്റെ ആ ഒരു പൂർണ്ണ രൂപം ഇവിടെ കാണിക്കുന്നുണ്ട്. കേൾക്കുക, മനസ്സിലാക്കുക. ഇവർക്ക് മീൻ ബെയ്ത്ത്, പൂച്ച ബെയ്ത്ത്, കാക്ക ബെയ്ത്ത്, മത്തി ബെയ്ത്ത്, മൈന ബെയ്ത്ത്, തത്ത ബെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് പക്ഷിപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അക്ബർ സദക്കര പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അജാതി പാട്ടുകളൊക്കെയാണ് ഇവരുടെ വലിയ സംഭവങ്ങള്. തുറന്നു പറയൽ തുടങ്ങിയപ്പോ ഈ നാട്ടിൽ നിന്നും നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ചില സാധനങ്ങളാണ്. അതിലൊന്നാണ് മീൻ ബെയ്ത്ത്. പക്ഷിപ്പാട്ടൊക്കെ നമുക്ക് ഇനി ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുവര എന്നുള്ളതാണ് പറയാനുള്ളത്. കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും സഫീനത്തുമാലയും ഒരുപാട് സാധനങ്ങൾ ഇവർ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്.
നാണക്കെട് കൊണ്ട് എടുക്കാതിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് മീൻ ബെയ്ത്ത് കേട്ടിട്ട് വരാം. يقال سلور بمعنى والا سهنات نوسر دين متي چالا ورنجة وارنجة كذاك متي فها أربعة لذاك وسمك موسى ثم صول മാന്തള ഹബാറും മുൽഹിബിരി രണ്ടും കൂന്തള ബാലും തിമ്മീൻ കല്ലം വതർ സുന്നേരി കദാ ഹസാസും ഫലമൻ വേളൂരി ഉയന്നതിന് പറയുമേ കർമൂത്തുൻ നീരാളി എന്നതിനിതാ ഉഖ്ബൂത്തുൻ ഉമ്മശോരി ഏരി ഔ കരിമീനു വഉറുബയാനും ജുംബരി ചെമ്മീനു ജറാദു ബഹ്റിൻ എന്നതും ഇതു തന്നെ ബുർഗൂസു ബഹ്റെന്നും പറയാം പൊന്നെ ഇസ്കുംറിയുന്നൈല അറിഞ്ഞോ തൂന ഐക്കോറത്തോടിയാണടോ സാബൂഹ കിർസും വകൽബുൽ ബഹരി മോനെ സ്രാവ് വകൗസജുന്നാദാണ് വാളൻ സ്രാവ് കൊമ്പൻ സ്രാവിനുണ്ടടോ ലഫ്ലാനി സീഫും വസയ്യാഫുൻ ഹുമാസിയാനി സൽമൂനുൻ ഔ ഹൂത്തുൻ സുലൈമാനിൻ ഹുമാ ചെമ്പല്ലി ഔ യുഖാലു കുപ്പി മത്സ്യമാ ദുൽഫീനു ഏടി സാഹിബി ഖർമാനുൻ അർത്ഥം അതിനായുള്ളതാ കോലാനു ഷൻഫീനു ഔശഫുൻ നബിൽ വാറങ്ക് ത്രണ്ടി വജീരി അങ്കലീസും വ്ളാങ്ക് ഷബൂത്ത് പൂട്ട കേണ്ട മത്സ്യമാണേ ജൽക്കിയു ആരൽ ഭൂരിയും മാലാനേ തരിപ്പന്തരണ്ടി പാണഡോറ ആദു മിൻസാറ് വാളൻ മീനെ കുല്ലു അമുത്താദു അസ്മാഉ സമകിൻ ഖാലഹാ മാതൂരി അതാഉ റബ്ബി ജന്നതൻ ബിൽ ഹൂരി.